ഹലോ കൂട്ടുകാരെ, ഇന്ന് ഉച്ചയൂണിൻ്റെ റെസിപ്പിയല്ല കേട്ടോ, വളരെ കുഞ്ഞൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അയല വാഴയിലയിൽ പൊള്ളിക്കാനാണ് പോകുന്നത്. ഞാൻ എൻ്റേതായ ഒരു രീതിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾ പറയരുത് ഇത് ഇങ്ങനൊന്നും അല്ല കേട്ടോ. അല്ല, ഞാൻ ഞങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന ഒരു രീതി കാണിക്കുന്നു എന്ന് മാത്രം. അയല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും നാരങ്ങാനീരും ഒക്കെ ചേർത്ത് പുരട്ടി ഒരു അരമണിക്കൂർ വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണയിരുന്ന് വറുത്തെടുക്കാം. ഞാൻ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ അതുപോലെ തന്നെ തക്കാളി, പച്ചമുളക് എല്ലാം ഞാൻ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ഞാൻ അരിഞ്ഞാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചതച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം, അല്ലെങ്കിൽ പേസ്റ്റ് ആണെങ്കിൽ അതും ചേർക്കാം. പിന്നെ ഞാൻ മെയിൻ അപ്പോഴത്തേക്ക് ഒരു സൈഡ് മൂത്ത് ഞാനൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി സവാളയും ഞാൻ ഔട്ട് വെച്ച് ഒന്ന് സോക്കായിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് നമ്മുടെ സവാള. അപ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഒരു തക്കാളി, അല്ലെങ്കിൽ വലിയ തക്കാളിയാണെങ്കിൽ ഒരു തക്കാളി മതി, ചെറിയ തക്കാളിയാണെങ്കിൽ ഒരു 2 തക്കാളി വേണം. നന്നായി പഴുത്ത തക്കാളി ആയിരിക്കണം കേട്ടോ. അപ്പം നമുക്ക് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയും പച്ചമുളകും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഒന്ന് പാതി വഴന്ന് വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇത്തിരി ഗരം മസാലപ്പൊടി എല്ലാം ചേർത്ത് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴന്ന് കിട്ടണം. പൊടികളുടെയൊക്കെ പച്ചമണം നന്നായി മാറി കിട്ടണം. എന്നാൽ മാത്രമേ മസാലയ്ക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു പച്ചക്കുത്തലുണ്ടാവും. അപ്പോൾ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയിലയിൽ എടുത്തുകൊണ്ട് വരാം. 3 മീനാണല്ലോ, അപ്പം ഞാൻ 3 വാഴയില എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. വാഴയില പൊട്ടിപ്പോകാതിരിക്കാൻ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. വാട്ടാതാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ വാഴയില പൊട്ടി നമ്മുടെ മസാലയൊക്കെ പുറത്ത് വരും. അതുകൊണ്ട് വാഴയിലയിൽ വാട്ടിയെടുക്കണം. വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മസാല ആദ്യം വെച്ച് കൊടുത്ത്, പിന്നെ നമ്മൾ പൊള്ളിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അയല അതിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ അതിന് മുകളിലേക്ക് കുറച്ച് മസാലയും കൂടെ വെച്ച് കൊടുക്കാം. നന്നായിട്ട് അയല പൊതിഞ്ഞിരിക്കണം മസാലയിൽ, എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. നന്നായിട്ട് മസാല അതിൽ പൊതിഞ്ഞിരിക്കണം. ഇപ്പം നമുക്ക് കുരുമുളക് പൊടിയോ ഇത്തിരി എന്തെങ്കിലും നാരങ്ങ നീരൊക്കെ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാൻ കേട്ടോ. ഞാനതൊന്നും ചെയ്യുന്നില്ല. ഞാനതിലേക്കൊരു കറിവേപ്പിലയുടെ തണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 സ്ലൈസ് തക്കാളി വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 സ്ലൈസ് സവാളയും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി എന്നിട്ട് നമുക്കൊരു നാരുപയോഗിച്ച് ഇത് പൊതിഞ്ഞ് കെട്ടിയെടുക്കാം. ഞാൻ 3 മീനും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 3 എണ്ണത്തിനകത്ത് ഇതുപോലെ തന്നെയാണ് തക്കാളിയും സവാളയും കറിവേപ്പിലയും വെച്ച് നമുക്കിനി ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഞാനൊരു നൂല് ഉപയോഗിച്ചാണ് കെട്ടിയിരിക്കുന്നത്. വാഴനാരുണ്ടെങ്കിൽ വാഴനാർ ഉപയോഗിച്ച് കെട്ടിയാൽ മതി. ഇനി നമുക്കതൊന്ന് തവയിൽ വെച്ച് പൊള്ളിച്ചെടുക്കാം. തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കാം. തവയിൽ ഇത്തിരി എണ്ണ തൂത്തിട്ടാണ് ഞാൻ വാഴയില വെച്ച് കൊടുത്തത്, അല്ലെങ്കിൽ അതിൽ ഒട്ടിപ്പിടിക്കും. നന്നായിട്ടിനി നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കാം. ഒരിക്കലും ഇല കരിഞ്ഞു പോകരുത്. നമ്മൾ ചെറു തീയിൽ വെച്ച് മാത്രമേ പൊള്ളിച്ചെടുക്കാവുള്ളൂ. ഞാൻ ഒരു സൈഡ് മൂത്തപ്പോഴത്തേക്ക് തിരിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ട, എൻ്റെ കരിഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പം തിരിച്ചു അതുപോലെ തന്നെ ഞാൻ കുറച്ച് നേരം അതൊന്ന് പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അയലയൊക്കെ നന്നായി പൊള്ളി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത്തിരിയോടൊക്കെ മൂക്കണമെങ്കിലാവാം, പക്ഷേ നമുക്ക് ഇത്രയും മതി. നമ്മൾ ഇത്തിരി ജ്യൂസി ആയ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോഴേ എടുത്തത്. കണ്ട്, മസാലയൊക്കെ പിടിച്ച് നമ്മുടെ തക്കാളിയും കറിവേപ്പിലയൊക്കെ സോക്കായി സൂപ്പറായ ടേസ്റ്റിൽ നമ്മുടെ അയല പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വാഴയിലയിൽ പൊള്ളിച്ച അയല ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ടാറ്റാ.